നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. ഗസ സമാധാന കരാറിൽ ഒപ്പുവെച്ചു. ഈജിപ്ത്, ഖത്തർ, തുർക്കി, US എന്നീ രാജ്യങ്ങളുടെ തലവന്മാർ കരാറിൽ ഒപ്പുവെച്ചു. ഇസ്രയേൽ, ഹമാസ് നേതാക്കൾ കരാറിൽ ഒപ്പുവെച്ചിട്ടില്ല. ശ്രീത് ബാലകൃഷ്ണൻ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശ്രീത്, നിലവിൽ സമാധാനത്തിന്റെ പാതയിലാണ്, അല്ലെങ്കിൽ സമാധാനം പുലർന്നിരിക്കുന്നു ഗസയിൽ എന്നുള്ളത് ആശ്വാസം നൽകുമ്പോഴും ഈ കരാറിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ അത് മറ്റ് രാജ്യങ്ങളാണ്. ഇസ്രയേലില്ല, ഹമാസ് നേതാക്കളില്ല. അങ്ങനെയെങ്കിൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത എത്രമാത്രമാണ്? അങ്ങനെ ഒരു സംശയം ഇപ്പോഴും ഉണ്ടല്ലോ. പ്രജിൻ, കരാർ സാധ്യമായിരിക്കുന്നു എന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ. കാരണം ഇതൊരു 20 കരാർ സാധ്യമാകണമെന്നുള്ളത് ഇസ്രായേലും നേരത്തെ തന്നെ അതിന് മുൻപേ തന്നെ ഡൊണാൾഡ് ട്രംപും ചേർന്നെടുത്ത തീരുമാനമായിരുന്നു. ഗസയിൽ സമാധാനം ആവശ്യമാണെങ്കിൽ, ഗസയിൽ വെടിനിർത്തൽ കരാർ നടക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഗസയുടെ പുനരുദ്ധാരണം സാധ്യമാകണമെങ്കിൽ സ്വാഭാവികമായും ഈ ട്രംപ് മുന്നോട്ട് വെച്ച 20 കരാർ സാധ്യമാകണമെന്നുള്ളത് തന്നെയായിരുന്നു. അതിലേക്കായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ചകൾ നടന്നിരുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഫലം ഉണ്ടായത് ഇന്നും ഇന്നലെയുമായി ബന്ദികളുടെ കൈമാറ്റം സംബന്ധിച്ചായിരുന്നു. ആ ബന്ദികളുടെ കൈമാറ്റവും സാധ്യമായിരിക്കുന്നു. ഇസ്രായേൽ ആഗ്രഹിച്ചതുപോലെ അവരുടെ ബന്ദികളെ ഹമാസ് മോചിപ്പിക്കുന്നു. ഹമാസ് ആഗ്രഹിച്ചതുപോലെ ഹമാസിന്റെ ബന്ദികളെയും ഇസ്രായേൽ മോചിപ്പിക്കുന്നു. ഏതാണ്ട് 20ഓളം പേരെയാണ് ഇസ്രായേലിന്റെ ഭാഗത്തേക്ക് മോചിപ്പിച്ച് തിരികെ നൽകിയത്. ഏതാണ്ട് 2000ഓളം പലസ്തീനിയൻ ബന്ദികളെ മോചിപ്പിച്ചതായി ഇസ്രായേലും പറയുന്നു. അങ്ങനെ ബന്ദികളുടെ മോചനം സാധ്യമാകുമ്പോൾ ഏതാണ്ട് ഇതിലൊരു വലിയ ഫലം ഉണ്ടായി എന്ന് വേണം കാണാൻ. ഇതിന്റെ ഈ ചർച്ചകളുടെ ഫലം ഏകദേശം സാധ്യമായി എന്ന് വേണം കാണാൻ. ഇനിയുള്ളത് ഗസയിൽ പൂർണ്ണമായും സമാധാനം കൊണ്ടുവരിക, ഗസയിൽ യുദ്ധം അവസാനിപ്പിക്കുക, ഏറ്റുമുട്ടൽ അവസാനിപ്പിക്കുക, ഗസയുടെ പുനരുദ്ധാരണം എന്നീ കാര്യങ്ങളാണ്. ഇതിന്മേലാണ് ഇനി ചർച്ചകൾ നടക്കാനുള്ളത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിരുന്നു ഈ 20 കരാറിന്മേൽ, സമാധാന ഉടമ്പടിയിന്മേൽ ആ കരാറിൽ ഒപ്പുവെക്കുക എന്നുള്ളത്. ആ കരാർ സാധ്യമായിരിക്കുന്നു. കരാറിൽ മധ്യസ്ഥരാണ് പ്രധാനമായും ഒപ്പുവെച്ചിരിക്കുന്നത്. ആ മധ്യസ്ഥർ അത് ഈജിപ്തും ഖത്തറുമാണ്. അതിനൊപ്പം തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചിരിക്കുന്നു. ഒപ്പം തന്നെ തുർക്കിയും അതിലൊരു പ്രധാനപ്പെട്ട ഘടകമായിരിക്കുന്നു എന്ന് വേണം കാണാൻ. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് മറ്റ് ലോകരാജ്യങ്ങൾ, ഏതാണ്ട് 20ഓളം ലോകരാജ്യങ്ങൾ അവിടെ പങ്കാളികളായിരുന്നു. അതിൽ യൂറോപ്യൻ രാജ്യങ്ങളുണ്ട്, പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങളുണ്ട്. ഇങ്ങനെ ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിലെ ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയുടെ പ്രതിനിധി പങ്കെടുത്തിരുന്നു. അങ്ങനെ പ്രധാനപ്പെട്ട ലോകരാജ്യങ്ങളെല്ലാം പങ്കെടുത്തുകൊണ്ട് യൂറോപ്യൻ യൂണിയൻ അടക്കം പിന്തുണച്ചുകൊണ്ടുള്ള ഒരു കരാറാണ് സാധ്യമായിരിക്കുന്നത്. ഇതിൽ പ്രത്യക്ഷത്തിൽ കരാറിൽ ഒപ്പുവെച്ചില്ല എങ്കിൽ പോലും ഹമാസിനും ഇസ്രായേലിനെ സംബന്ധിച്ച് ഈ കരാർ സാധ്യമാക്കി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ അവരുടെ മുന്നിലുള്ള വഴി. ഇതിനെ മറികടക്കാൻ പോകുന്ന, അല്ലെങ്കിൽ ഇതിന് പ്രതിബന്ധമായി നിൽക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് ഹമാസ് ഇനി എന്ത് ചെയ്യും, ഹമാസിൻ്റെ റോൾ ഇനി എന്താകും, ഹമാസിന് ഗസയിൽ റോൾ ഉണ്ടാകുമോ, ഹമാസിൻ്റെ നിരായുധീകരണം ഏത് രൂപത്തിലായിരിക്കും സാധ്യമാകുക എന്നുള്ള കാര്യങ്ങളാണ്. അതിൽ ഇപ്പോൾ തന്നെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ ബ്രിട്ടനിൽ നിന്നുള്ള അറിയിപ്പ് നമുക്ക് ലഭ്യമാകുന്നത്, ഈ ഗസയുടെ പുനരുദ്ധാരണം സംബന്ധിച്ചുള്ള ചർച്ചകൾക്ക് നേതൃത്വം നൽകാൻ ബ്രിട്ടൻ തയ്യാറാണ്. ഏതാണ്ട് ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ ബ്രിട്ടൻ കൂടി ഇടപെട്ടുകൊണ്ട് ഇപ്പോൾ അമേരിക്കയുടെ നേതൃത്വത്തിലും ഈജിപ്തിൻ്റെയും ഖത്തറിൻ്റെയും നേതൃത്വത്തിലാണ് സമാധാന ചർച്ചകൾ പുരോഗമിക്കുകയും കരാറിൽ ഒപ്പുവെക്കുകയും കരാർ ഉടമ്പടിയായി മാറുകയും ചെയ്തതെങ്കിൽ ഇനി ഗസയുടെ പുനരുദ്ധാരണം സംബന്ധിച്ച് ബ്രിട്ടൻ അതിന് നേതൃത്വം നൽകാൻ തയ്യാറാണ് എന്നുകൂടിയുള്ള കാര്യങ്ങൾ വരികയാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ യുദ്ധം അവസാനിച്ചിരിക്കുന്നു. ബന്ദികളുടെ കൈമാറ്റത്തിന്മേലായിരുന്നു ചർച്ചയുണ്ടായിരുന്നത്. 2023 ഒക്ടോബർ 7 സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇസ്രായേൽ അതിരൂക്ഷമായ ആക്രമണം ഗസയിൽ നടത്തിക്കൊണ്ടിരുന്നത്. അതിന് ഏതാണ്ട് അറുതിയായിരിക്കുന്നു. അങ്ങനെ എല്ലാ ബന്ദികളെയും മോചിപ്പിച്ചിരിക്കുന്നു. ഹമാസ് കൂടി ഈ ചർച്ചകളിലേക്കും ഈ സമാധാനത്തിലേക്കും വരാൻ തയ്യാറായിരിക്കുന്നു. അവരുടെ മേഖലകളിൽ ഹമാസിന് എന്തായിരിക്കും ഗസയിൽ റോൾ, അല്ലെങ്കിൽ ഗസയുടെ അധികാരത്തിന്മേൽ ഹമാസിന്റെ റോൾ എന്തായിരിക്കും എന്ന കാര്യത്തിൽ മാത്രമാണ് ഇനി ഒരു തീരുമാനം ഉണ്ടാകേണ്ടത്. എന്തായാലും അത് ഉടൻ ഉണ്ടാകുമെന്നുള്ള ഉറപ്പാണ്. കാരണം ഗസയുടെ പുനരുദ്ധാരണം തന്നെയാണ് ഏറ്റവും അടിയന്തരമായ കാര്യം. യുദ്ധം അവസാനിച്ചിരിക്കുന്നു. ഇനി അതിന്മേൽ കൂടുതൽ ചർച്ചകൾ ഉണ്ടാകേണ്ട കാര്യങ്ങൾ വരുന്നില്ല. ഹമാസ് പൂർണ്ണമായും പിൻവാങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഗസയുടെ പുനരുദ്ധാരണം സംബന്ധിച്ചും ഗസയുടെ അധികാരം ആർക്ക് കൈമാറും, അവിടെ ഏത് രൂപത്തിലായിരിക്കും അധികാര വികേന്ദ്രീകരണം സാധ്യമാകുക എന്നുള്ള കാര്യത്തിലാണ് ഇനി ചർച്ചകൾ നടക്കുക. അക്കാര്യത്തിൽ എന്തായാലും ഉടൻ തന്നെ ഖത്തറിൻ്റെയും ഈജിപ്തിൻ്റെയും മേൽനോട്ടത്തിൽ ഇനിയും വരും ദിവസങ്ങളിലും ചർച്ചകൾ നടക്കാനുണ്ട്. ഇപ്പോൾ കരാർ ഉടമ്പടിയിൽ ഔദ്യോഗികമായി ഒപ്പിട്ടു എന്നുള്ളതിനപ്പുറത്തേക്ക് വിശാലമായ അടിസ്ഥാനത്തിൽ ചർച്ചകൾ സാധ്യമാകേണ്ടതുണ്ട്. അതിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും ചർച്ചകൾ തുടരും. ഒപ്പം തന്നെ ഗസയുടെ പുനരുദ്ധാരണം സംബന്ധിച്ച് ബ്രിട്ടനിൽ വലിയ ചർച്ചകൾ നടക്കാനുണ്ട്. അങ്ങനെ വലിയ രൂപത്തിൽ ഗസയിൽ സമാധാനം സാധ്യമാകുന്ന കാര്യത്തിലേക്കാണ് പോകുന്നത്. എന്തായാലും 3000 വർഷങ്ങൾക്ക് ശേഷം പലസ്തീനിൽ, ഗസയിൽ, പശ്ചിമേഷ്യയിൽ സമാധാനം പിറന്നിരിക്കുന്നു എന്നൊരു വാക്കാണ് ട്രംപിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതിനെ പിന്തുണച്ചുകൊണ്ട് മറ്റ് ലോകരാജ്യങ്ങൾ നിൽക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ലോകരാജ്യങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഗസയിൽ സമാധാനം ഉണ്ടാകുന്നു, യുദ്ധം അവസാനിക്കുന്നു. 2 വർഷം എടുത്തു ഈ യുദ്ധം അവസാനിക്കാൻ എന്നുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. പ്രജിൻ, ശരി. ശ്രീത് ബാലകൃഷ്ണനാണ് ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഔദ്യോഗിക സന്ദർശനത്തിനായി ഈ മാസം 30-ന് ഖത്തറിലെത്തും. ഖത്തർ അധികാരികളുമായും ഖത്തറിലെ മലയാളി സമൂഹവുമായും ബിസിനസ് രംഗത്തെ പ്രമുഖരുമായും മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒക്ടോബർ 30-ന്
അബുഹമൂറിലെ ഐഡിയൽ ഇന്ത്യൻ സ്കൂളിൽ സംഘടിപ്പിക്കുന്ന മലയാളോത്സവം പൊതുപരിപാടിയിൽ മുഖ്യമന്ത്രി ഖത്തറിലെ മലയാളി സമൂഹത്തെ അഭിസംബോധന ചെയ്യും. ലോക കേരള സഭയുടെയും ഖത്തറിലെ മലയാളം മിഷന്റെയും നേതൃത്വത്തിലാണ് സ്വീകരണ പരിപാടി. ഔദ്യോഗിക സന്ദർശനം പൂർത്തിയാക്കി ഒക്ടോബർ 31 രാവിലെ പിണറായി വിജയൻ തിരുവനന്തപുരത്തേക്ക് തിരിക്കും. കഴിഞ്ഞ 10 വർഷമായി പ്രവാസകാര്യ വകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി ആദ്യമായാണ് ഖത്തർ സന്ദർശിക്കുന്നത്. അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സൗദി സന്ദർശനവുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം തുടരുകയാണ്. മറ്റ് ഗൾഫ് രാഷ്ട്രങ്ങളിൽ സന്ദർശനം നടത്തുന്നതിന് അനുമതി ലഭിച്ചെങ്കിലും മുഖ്യമന്ത്രിയുടെ സൗദി പര്യടനത്തിന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്നും ഇതുവരെയും അനുമതി ലഭിച്ചിട്ടില്ല. ഇതുമൂലം സൗദിയിലെ സംഘാടകരും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഈ മാസം 17 മുതൽ 19 വരെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സൗദി സന്ദർശനം ക്രമീകരിച്ചിരുന്നത്. ഒക്ടോബർ 17 ദമാമിലും 18 ജിദ്ദയിലും 19 റിയാദിലുമായിരുന്നു പരിപാടികൾ നിശ്ചയിച്ചിരുന്നത്. ഇതിന്റെ മുന്നോടിയായി സൗദിയിലെ CPM ആഭിമുഖ്യ സംഘടനകളായ നവോദയ, കേളി എന്നിവയുടെ നേതൃത്വത്തിൽ വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയിരുന്നത്. ഇതിന്റെ ഭാഗമായി ദമാം, ജിദ്ദ എന്നിവിടങ്ങളിൽ പൊതുപരിപാടികൾക്കായി വിപുലമായ സംഘാടക സമിതികൾ രൂപീകരിക്കുകയും റിയാദിൽ അടുത്ത ദിവസം പൊതുയോഗം ചേരാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ സൗദി ഒഴികെയുള്ള മറ്റു ഗൾഫ് രാഷ്ട്രങ്ങളിലെ സന്ദർശനത്തിന് മാത്രമാണ് മുഖ്യമന്ത്രിക്ക് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്നും അനുമതി ലഭിച്ചിരിക്കുന്നത്. ഇതേ തുടർന്ന് സൗദിയിലെ സംഘാടകരും ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ജിദ്ദയിലും ദമാമിലും വേദി ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയാക്കിയ ശേഷമാണ് മുഖ്യമന്ത്രിയുടെ സൗദി യാത്ര അപ്രതീക്ഷിതമായി റദ്ദാക്കുന്നത്. ഇതുമൂലം വൻ സാമ്പത്തിക നഷ്ടമാണ് സംഘാടകർക്ക് ഉണ്ടായിരിക്കുന്നത്. ഇത് 2ാം തവണയാണ് മുഖ്യമന്ത്രിയുടെ സൗദി സന്ദർശനത്തിന് കേന്ദ്ര സർക്കാർ അനുമതി നിഷേധിക്കുന്നത്. 2023 ഒക്ടോബറിൽ റിയാദിൽ വെച്ച് നടത്താനിരുന്ന ലോക കേരള സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് മുഖ്യമന്ത്രി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അനുമതി തേടിയെങ്കിലും അനുമതി ലഭിക്കാത്തതിനെ തുടർന്ന് അവസാന നിമിഷമാണ് സന്ദർശനം റദ്ദാക്കിയത്. മുഖ്യമന്ത്രിയുടെ ഗൾഫ് പര്യടനത്തിൽ നിന്നും സൗദി അറേബ്യയെ മാത്രം ഒഴിവാക്കിയത് നിയമപരമായ കാരണങ്ങളാലാണെന്നാണ് ഔദ്യോഗിക വിശദീകരണം. എങ്കിലും സൗദി സന്ദർശനത്തിന് അനുമതി നിഷേധിക്കാൻ മറ്റു ചില രാഷ്ട്രീയ കാരണങ്ങളും പ്രേരകമായതായാണ് വിലയിരുത്തപ്പെടുന്നത്. ഇസ്മായിൽ പയ്യോളി, 24 റിയാദ്. സൗദി അറേബ്യയുമായുള്ള റെയിൽവേ ലിങ്ക് കരാറിന്റെ കരട് രൂപത്തിന് ഖത്തർ അംഗീകാരം നൽകി. ഈ രാഷ്ട്രങ്ങൾക്കുമിടയിലെ യാത്രാ ചരക്ക് നീക്കത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതാണ് പദ്ധതി. പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ജാസിം അൽഥാനിയുടെ അധ്യക്ഷതയിൽ ചേർന്ന പ്രതിവാര മന്ത്രിസഭാ യോഗമാണ് കരാറിന്റെ കരട് രൂപത്തിന് അംഗീകാരം നൽകിയത്. 2022 മുതലാണ് ഇരു രാഷ്ട്രങ്ങളും തമ്മിൽ റെയിൽ ഗതാഗത സാധ്യതയെക്കുറിച്ച് ഗൗരവമായ ചർച്ചകൾ ആരംഭിച്ചത്. അതേസമയം നിർദ്ദിഷ്ട GCC റെയിലിന്റെ ഭാഗമാണോ പദ്ധതി എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല. കുവൈറ്റ് മുതൽ ഒമാൻ വരെ 2117 കിലോമീറ്റർ ദൈർഘ്യമുള്ള പദ്ധതിയാണ് GCC റെയിൽ. ജിദ്ദ KMCC കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോഴിക്കോടൻ ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നു. ഈ മാസം 17 ജിദ്ദ മഹജർ ഖുബ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി. കോഴിക്കോടിന്റെ തനത് സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്ന കലാപരിപാടികളും രുചിക്കൂട്ടുകളും കോഴിക്കോടിന്റെ പ്രധാന അടയാളങ്ങളുടെ പുനരാവിഷ്കാരവും ഉണ്ടാകും. മാനാഞ്ചിറ സ്ക്വയർ, മിഠായി തെരുവ്, ഹലുവ ബസാർ തുടങ്ങിയവ പുനഃസൃഷ്ടിക്കും. കുട്ടികൾക്കും മുതിർന്നവർക്കുമായി പ്രത്യേക മത്സരങ്ങൾ ഉണ്ടാകും. പാചകം, മൈലാഞ്ചിയിടൽ, ഡ്രോയിങ്, പഞ്ചഗുസ്തി തുടങ്ങി വിവിധ ഇനങ്ങളിൽ മത്സരങ്ങളും ഉണ്ടാകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കുവൈറ്റിൽ മരുന്നുകളും മെഡിക്കൽ ഉൽപ്പന്നങ്ങളും ഇനി മുതൽ വെൻഡിംഗ് മെഷീനുകൾ വഴി വിൽക്കുന്നതിന് മാർഗനിർദ്ദേശങ്ങൾ ഇറക്കി ആരോഗ്യ മന്ത്രാലയം. സ്വകാര്യ മേഖലയിലെ മരുന്ന് വിതരണ സമ്പ്രദായം ആധുനികവൽക്കരിക്കുന്നതിനും ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനുമുള്ള മന്ത്രാലയത്തിന്റെ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ പുതിയ നീക്കം. ഇനി മറ്റു റിപ്പോർട്ടുകളിലേക്കാണ്. മകൻ വിവേക് കിരണിന് ലാവ്ലിൻ കേസിൽ സമൻസ് ലഭിച്ചുവെന്ന വാർത്ത നിഷേധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിവാദം നനഞ്ഞ പടക്കമെന്ന് പരിഹസിച്ച മുഖ്യമന്ത്രി അണിയറയിൽ ഇനി എന്തൊക്കെയുണ്ട് എന്നറിയില്ല എന്നും പ്രതികരിച്ചു. തന്റെ രാഷ്ട്രീയ പ്രവർത്തനം സുതാര്യവും കളങ്കരഹിതവുമാണ്. അധികാരത്തിന്റെ ഇടനാഴിയിൽ തന്റെ മകനെ കണ്ടിട്ടുണ്ടോ എന്നും മുഖ്യമന്ത്രി ചോദിച്ചു. പക്ഷെ ഇതൊരു നനഞ്ഞ പടക്കായി പോയി. ഇനി എന്താ അടിയറയിലുള്ളതെന്ന് അറിയില്ല. ഇനിയും ചേർന്നുണ്ടാവുമായിരിക്കും. അതപ്പോൾ കാണാം. 2023 മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരണിനോട് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ED നോട്ടീസ് അയച്ചത്. ഇത് ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ടാണെന്ന വിവരമാണ് ഇന്ന് പുറത്തുവന്നത്. വിവേക് കിരണിന് UK പഠനത്തിന് സാമ്പത്തികമായി സഹായിച്ച് സ്പോൺസറായത് ലാവ്ലിൻ കമ്പനിയുടെ ഡയറക്ടറായ ദിലീപ് രാഹുലാണെന്ന് മൊഴി ലഭിച്ചിരുന്നു. ഇതിൽ വ്യക്തത വരുത്താനാണ് 2023 സമൻസ് അയച്ചത്. എന്നാൽ
ഇങ്ങനെയൊരു സമൻസ് ലഭിച്ചിട്ടേയില്ലെന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. വന്നില്ലെങ്കിൽ എൻ്റെ അവിടെ വരണ്ടേ? അതല്ലേ ഞാൻ പറഞ്ഞത്. ഞങ്ങളാരും അത് കണ്ടിട്ടില്ലല്ലോ ഇതുവരെ. അല്ല, എൻ്റെ കയ്യിൽ ഇതുവരെ എത്തിയിട്ടില്ല. ഞങ്ങൾ കണ്ടിട്ടില്ല, ഞങ്ങളാരും കണ്ടിട്ടില്ല. ഈ മകൻ അങ്ങനെ ഒരു സാധനം കിട്ടിയതായിട്ട് ഇതുവരെ മകൻ എന്നോട് പറഞ്ഞിട്ടുമില്ല. കളങ്കരഹിതമായ തന്റെ പൊതുജീവിതത്തെ ഏതെങ്കിലും തരത്തിൽ കരിവാരിത്തേക്കാനാകുമോ എന്ന ഉദ്ദേശത്തിലാണ് മകനെതിരെ ആക്ഷേപമുന്നയിക്കുന്നത്. മക്കളും കളങ്കരഹിതരാണെന്നും അതിൽ പ്രത്യേക അഭിമാനമുണ്ടെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. നിങ്ങൾ ഈ പറയുന്ന മകനില്ലേ, നിങ്ങൾ എത്ര പേര് ആ മകനെ കണ്ടിട്ടുണ്ട് നിനക്കറിയില്ല. അവനെയും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മകനാണല്ലോ. അധികാരത്തിൻ്റെ ഇടനാഴികളിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിമാരുടെ മക്കളെ കണ്ടവരായിരിക്കുമല്ലോ നിങ്ങളെല്ലാവരും. എവിടെയെങ്കിലും കണ്ടോ നിങ്ങളവനെ? ക്ലിഫ് ഹൗസിൽ എത്ര മുറിയുണ്ട് എന്ന് പോലും അവൻ അറിയുമെന്ന് സംശയമാണ്. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ ഇപ്പോഴത്തെ ബോർഡിനും 2019 ബോർഡിനുമെതിരെ മറ്റ് നടപടികളുണ്ടാകുമോ എന്ന് ചോദിച്ചപ്പോൾ ഇതായിരുന്നു പ്രതികരണം. ഇപ്പോൾ ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ അന്വേഷണത്തെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്ന ഒരു കമൻറ്റ് എൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നത് ശരിയാണോ? ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടന്നിട്ട് ആരൊക്കെയാണ് അന്വേഷണത്തിൻ്റെ ഭാഗമായി ബലം കണിഞ്ഞോ ബലം കണിയാതെയോ ജയിലിലേക്ക് പോകുന്നത് നമുക്ക് നോക്കാം. അമിത്ഷായെ ഔദ്യോഗിക വസതിയിൽ പോയി കണ്ടതിനെയും മുഖ്യമന്ത്രി ന്യായീകരിച്ചു. 24 തിരുവനന്തപുരം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം വ്യാപിപ്പിച്ച് ഹൈക്കോടതി നിയോഗിച്ച പ്രത്യേക സംഘം ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ പരിശോധന നടത്തി. സ്വർണ്ണപ്പാളി കൈമാറ്റം ചെയ്യാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സഹായിച്ച ഹൈദരാബാദ് സ്വദേശി നാഗേഷിനെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തും. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ അന്വേഷണം ഹൈദരാബാദ് സ്വദേശി നാഗേഷിലേക്ക് കേന്ദ്രീകരിക്കുകയാണ്. സ്വർണം അടിച്ചുമാറ്റിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രധാന സഹായി നാഗേഷ് എന്ന നിർണായക വിവരമാണ് പ്രത്യേക സംഘത്തിന് ലഭിച്ചത്. ശബരിമലയിലെ യഥാർത്ഥ ദ്വാരപാലക ശില്പപാളികൾ ഇയാൾ കൈക്കലാക്കുകയോ വിൽക്കുകയോ ചെയ്തിരിക്കാമെന്നും സംശയമുണ്ട്. സന്നിധാനത്തുനിന്ന് കൊണ്ടുപോയ സ്വർണ്ണപ്പാളികൾ ഏറെ ദിവസം സൂക്ഷിച്ചത് ഹൈദരാബാദിലെ നാഗേഷിന്റെ സ്ഥാപനത്തിലാണ്. സ്വർണം പൂശാനായി ചെന്നൈയിലെത്തിച്ചതും നാഗേഷാണ്. ഇതിനിടയിലാണ് ശില്പപാളികളുടെ ഭാരത്തിൽ 4.5 കിലോയുടെ വ്യത്യാസമുണ്ടായത്. അതിനാൽ യഥാർത്ഥ പാളി മാറ്റിയ ശേഷം ഡ്യൂപ്ലിക്കേറ്റ് പാളിയാണ് ചെന്നൈയിലെത്തിച്ചത് എന്നും കരുതുന്നു. ഇതോടെയാണ് നാഗേഷിനെ കണ്ടെത്താൻ അന്വേഷണം തുടങ്ങിയത്. ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ SIT സംഘം പരിശോധന നടത്തി. കേസിൽ പത്തനംതിട്ട റാന്നി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതിയിൽ പ്രത്യേക അന്വേഷണ സംഘം FIR സമർപ്പിച്ചു. ദേവസ്വം വിജിലൻസ് അന്വേഷണത്തിൽ ഗുരുതര വീഴ്ച കണ്ടെത്തിയതോടെയാണ് ദേവസ്വം സ്മിത്തിനെ സസ്പെൻഡ് ചെയ്യാനുള്ള നീക്കം. ദ്വാരപാലക ശില്പം തിരികെ കൊണ്ടുവന്നപ്പോൾ ഗോൾഡ് സ്മിത്ത് പരിശോധനയ്ക്കെത്തിയില്ലെന്നും തട്ടിപ്പ് പുറത്തു വരാതിരിക്കാൻ മനഃപൂർവ്വം ശ്രമിച്ചുവെന്നും വിജിലൻസ് കണ്ടെത്തിയിരുന്നു. ഗോൾഡ് സ്മിത്തിനെ വിലക്കിയ അസിസ്റ്റന്റ് എഞ്ചിനീയർക്കെതിരെയും അന്വേഷണമുണ്ടാകും. ഗോൾഡ് സ്മിത്തിനെ മനഃപൂർവ്വം ശബരിമലയിൽ നിന്ന് മാറ്റി നിർത്തിയത് തട്ടിപ്പിനു വേണ്ടിയെന്നും വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. സ്വർണ്ണക്കവർച്ച കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ മൊഴിയെടുത്തു. സാക്ഷിയാക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. 24 തിരുവനന്തപുരം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ സർക്കാരിനും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനുമെതിരെ പ്രതിഷേധം കടുപ്പിച്ച് പ്രതിപക്ഷ യുവജന സംഘടനകൾ. സെക്രട്ടേറിയറ്റിലേക്ക് യുവമോർച്ച നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. മന്ത്രി VN വാസവന്റെ ഓഫീസിലേക്ക് നടത്തിയ യൂത്ത് കോൺഗ്രസ് മാർച്ചും കയ്യാങ്കളിയിൽ കലാശിച്ചു. സെക്രട്ടേറിയറ്റിലേക്ക് യുവമോർച്ച നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. പോലീസ് നേരെ പ്രവർത്തകർ കല്ലും കമ്പും ചീമുട്ടയും എറിഞ്ഞു. 5 തവണ ജലപീരങ്കി പ്രയോഗിച്ചെങ്കിലും പിരിഞ്ഞു പോകാൻ പ്രവർത്തകർ തയ്യാറായില്ല. യുവമോർച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ബലം പ്രയോഗിച്ചു. കോട്ടയത്ത് ദേവസ്വം മന്ത്രി VN വാസവന്റെ വസതിയിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിലും സംഘർഷമുണ്ടായി. പ്രവർത്തകർ മന്ത്രിയുടെ കോലം കത്തിച്ചു. MC റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കി. സ്വർണ്ണക്കൊള്ളയിൽ വിവാദം തുടരുന്നതിനിടെ കോട്ടയത്ത് LDF വിശദീകരണ യോഗം സംഘടിപ്പിച്ചു. അയ്യപ്പന്റെ പൊന്നെടുത്തവരെ കയ്യാമം വെക്കുമെന്ന് മന്ത്രി VN വാസവൻ. ആ പൊന്നടിച്ചു മാറ്റിയിട്ടുള്ള ആളുകളെ കയ്യാമം വെച്ച് കൽത്തുറങ്കിലടക്കുകയും പൊന്ന് ശബരിമല അയ്യപ്പൻ തിരികെ കൊടുക്കുകയും ചെയ്യണമെന്നുള്ളതാണ് സംസ്ഥാന ഗവൺമെന്റ് അഭിപ്രായമെന്ന് അസന്നിഗ്ധമായി ഞങ്ങൾ പ്രഖ്യാപിച്ചു. അത് നടപ്പാക്കുമെന്നാണ് പറയാൻ. പ്രതിപക്ഷം ആവശ്യപ്പെടുന്ന അന്വേഷണമാണ് കോടതി പ്രഖ്യാപിച്ചതെന്നും പിന്നെയും പ്രതിഷേധം നടത്തുന്നത് എന്തിനെന്നും മന്ത്രി ചോദിച്ചു. 24 കോട്ടയം തിരുവനന്തപുരം.
ശബരിമല സന്നിധാനത്തെ സ്ട്രോങ് റൂമിൽ ജസ്റ്റിസ് KT ശങ്കരന്റെ നേതൃത്വത്തിൽ പരിശോധന പൂർത്തിയായി. ആറന്മുളയിലെ സ്ട്രോങ് റൂം പരിശോധിക്കുക പിന്നീടാണ്. SIT തലവൻ ADGP H വെങ്കടേഷ് നാളെ സന്നിധാനത്തെത്തും. ജസ്റ്റിസ് KT ശങ്കരന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 3 ദിവസമായി സന്നിധാനത്തെ സ്ട്രോങ് റൂമിൽ നടന്നുവന്ന പരിശോധന വൈകിട്ട് 5 മണിയോടെയാണ് പൂർത്തിയായത്. ചെന്നൈയിൽ നിന്ന് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി കൊണ്ടുവന്ന ദ്വാരപാലക ശില്പങ്ങൾ വിശദമായി സംഘം പരിശോധിച്ചു. ആറന്മുളയിലെ സ്ട്രോങ് റൂമിലെ പരിശോധന പിന്നീട് നടത്തുമെന്നാണ് വിവരം. കഴിഞ്ഞ ദിവസം സന്നിധാനത്തെത്തി സ്വർണ്ണ ഇടപാടുമായി ബന്ധപ്പെട്ട ഫയലുകൾ പ്രത്യേക അന്വേഷണ സംഘം ശേഖരിച്ചിരുന്നു. നാളെ SIT തലവൻ ADGP H വെങ്കടേഷ് സന്നിധാനത്തെത്തും. ഇതിനു മുന്നോടിയായി പത്തനംതിട്ടയിൽ യോഗം ചേർന്നേക്കും. ഇന്ന് തന്നെ പത്തനംതിട്ടയിലെ സംഘത്തിന്റെ ക്യാമ്പ് ഓഫീസ് സജ്ജമാകും. അതിനിടെ പ്രത്യേക അന്വേഷണ സംഘത്തിനെതിരെ VHP രംഗത്തെത്തി. ഇൻസ്പെക്ടർമാരായ അനീഷ്, ബിജു രാധാകൃഷ്ണൻ എന്നിവർക്കെതിരെയാണ് ആരോപണം. വിവാദ കാലയളവിൽ ഇവർ ദേവസ്വം വിജിലൻസിൽ ഉദ്യോഗസ്ഥരായിരുന്നു. ഇത് അന്വേഷണത്തിന്റെ വിശ്വാസ്യതയെ ബാധിക്കുമെന്നാണ് VHP ആരോപണം. വിഷയത്തിൽ ഹൈക്കോടതിയെ സമീപിച്ച സംഘടന CBI അന്വേഷണമാണ് ആവശ്യപ്പെടുന്നത്. 24 പത്തനംതിട്ട. കോടതി വിധിക്ക് പിന്നാലെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് മുനമ്പം സമരസമിതി. എതിർകക്ഷികൾ അപ്പീലിന് പോകുമോ എന്നതിൽ ഭയമില്ല എന്നും സമരസമിതി അറിയിച്ചു. മുനമ്പത്തു നിന്നും അമൽ സുരേന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ഇനി. കേരള ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് മുനമ്പത്തെ ജനതയ്ക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധി പ്രസ്താവം തന്നെ ഉണ്ടായിരിക്കുന്നു. മുനമ്പത്തെ ഭൂമി വഖഫ് അല്ല, വഖഫ് ഭൂമിയല്ല എന്ന് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായ പരാമർശം ഇവർക്കേറെ പ്രത്യാശ നൽകുന്നതാണ്, പ്രതീക്ഷ നൽകുന്നതാണ്, ആശ്വാസകരമാണ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഇന്ന് ഉന്നത തലത്തിലുള്ള ഒരു യോഗം ചേർന്നത്. ഇതിന്റെ ഭാഗമായി അടുത്ത ദിവസം വരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഈ ഒരു വിഷയം ചർച്ച ചെയ്യുമെന്നും തുടർ നടപടികൾ സർക്കാർ സ്വീകരിക്കുമെന്നുമാണ് മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. ഈ ഒരു സന്ദർഭത്തിൽ മുനമ്പത്തെ സമരത്തിന്റെ നെടുനായകത്വം വഹിക്കുന്നവരിൽ പ്രധാനിയായ ബെന്നി പള്ളിപ്പുറം നമ്മോടൊപ്പം ചേരുകയാണ്. ചേട്ടാ, ഈ ഒരു സമരത്തിന്റെ വലിയൊരു കാലം താങ്കൾ ഇതിന്റെ ഒപ്പം ഉണ്ടായിരുന്നു. ഈ ജനങ്ങൾക്ക് ഇവരുടെ ഒരു പ്രതിഷേധത്തിന്റെ അല്ലെങ്കിൽ ഇവരുടെ പ്രതീക്ഷയുടെ ഒക്കെ ഭാഗമായി താങ്കൾ അതിന്റെ സാക്ഷിയാണ്. എന്ത് തോന്നുന്നു ഈ ഒരു അവസരത്തിൽ? 2022 ജനുവരി 13-ാം തീയതിയാണ് ഞങ്ങൾ ഈ വിഷയം ഇത് വഖഫ് പ്രോപ്പർട്ടിയാണ് എന്ന് പറഞ്ഞ് വില്ലേജ് അറിയുന്നത്. അന്ന് മുതൽ ഞങ്ങൾക്ക് കിട്ടിയ എല്ലാ ഡോക്യുമെന്റ്സും നിരത്തി ഇത് വഖഫ് പ്രോപ്പർട്ടി അല്ല എന്ന് എല്ലാ അധികാരികളെടുത്തും കോടതികളിലും ഞങ്ങൾ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിശദമായ പഠനത്തിനും അന്വേഷണത്തിനും ശേഷം സുപ്രീം കോടതിയുടെ ഓരോ വിധികളും പരിശോധിച്ച് ഈ ഭൂമി വഖഫ് ഭൂമിയല്ല, മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ല, ഫറൂഖ് കോളേജിന് ദാനം കിട്ടിയ ഭൂമിയാണ് എന്ന് വ്യക്തമായി അടിവരയിട്ട് പറയുന്നു. അതുകൊണ്ട് ഈ വഖഫ് രജിസ്റ്ററിൽ നിന്നും മാറ്റി ഞങ്ങളുടെ ശാശ്വതമായ പരിഹാരം ഞങ്ങൾക്ക് തരണം. ഞങ്ങളുടെ എല്ലാ റവന്യൂ അവകാശങ്ങളും പുനഃസ്ഥാപിച്ചു തരണം. ഇപ്പോ ഏറെക്കാലത്തെ ഒരു ശ്വാസം മുട്ടലിനാണ് ഒരു അറുതി വരാൻ പോകുന്നത്. എന്ത് തോന്നുന്നു? സന്തോഷം തോന്നണം. ഇതിപ്പോ കോടതി പറഞ്ഞല്ലോ ഇതൊക്കെ വഖഫ് ഭൂമിയല്ലെന്ന്. അപ്പൊ ഞങ്ങളാ ഈ പാവപ്പെട്ടവരെ കഷ്ടപ്പെടുത്തുന്ന എന്തിനാണ്? ഞങ്ങൾക്ക് സാധിച്ചു തന്നെ ഞങ്ങളുടെ അവകാശം ഞങ്ങൾക്ക് നേടിത്തരണം. അതാണ് ചെയ്യേണ്ടത്. ഇത് നിങ്ങളുടെ എതിർഭാഗത്തുള്ള ആളുകൾ അപ്പീലുമായി പോകും, അല്ലെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഭയമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഞങ്ങൾക്ക് ഭയമില്ല. കാരണം ഏത് കോടതി ഇത് വിശദമായിട്ട് പഠനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും പെർമനന്റ് ഡെഡിക്കേഷനായ ഒരു വസ്തു മാത്രമേ വഖഫായിരിക്കുകയുള്ളൂ. ഇത് കണ്ടീഷൻ വ്യക്തമായി വെച്ചിട്ടുണ്ട് അതിൽ. അതായത് എനിക്കും എന്റെ സന്തതി പരമ്പരകൾക്കും തിരിച്ചെടുക്കുന്നതിനുള്ള ഓപ്ഷൻ അതിൽ കാണിച്ചിരിക്കുന്നു. അത് സിദ്ദിഖ് സേഠ് എഴുതി കൊടുത്ത ആധാരത്തിലുള്ളത് കൊണ്ട് അത് വഖഫ് പ്രോപ്പർട്ടി അല്ല. അത് ഒരു തർക്കമില്ലാത്ത വിഷയമാണ്. പലതരത്തിലുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയും കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട് ഈ ഒരു സമരസമിതിക്കും ഇവിടെ സമരം ചെയ്ത ജനങ്ങൾക്കും. അതിന് ഇടയിൽ പലതരത്തിലുള്ള ബില്ലുകൾ വന്നു, വഖഫ് ഭേദഗതി ബില്ലുകൾ വന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം പല ഘട്ടങ്ങളിലൂടെ ഈ സമരത്തിന് പരിണാമമുണ്ടായി. ഇപ്പോൾ ഈ മുനമ്പത്തെ ജനതയ്ക്ക് അവരുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് ലഭിക്കും എന്ന ഉറച്ച ഒരു വിശ്വാസമുണ്ട്. അതിലേക്കുള്ള നടപടികളുമായിട്ടാണ് സംസ്ഥാന സർക്കാരും മുന്നോട്ട് പോകുന്നതെന്ന് തന്നെയാണ് നമുക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ക്യാമറാമാൻ വിനോദ് മേലിലേക്കൊപ്പം അമൽ സുരേന്ദ്രൻ, 24 കൊച്ചി. വേൾഡ് എക്സ്പോ 2030യുടെ പതാക സൗദി ഔദ്യോഗികമായി ഏറ്റുവാങ്ങി. ജപ്പാനാണ് പതാക കൈമാറിയത്. 2030 ഒക്ടോബർ മുതൽ 6 മാസക്കാലം റിയാദിലാണ് വേൾഡ് എക്സ്പോ നടക്കുക. ജപ്പാനിലെ ഒസാക്കയിൽ നടന്ന എക്സ്പോ 2025ന്റെ സമാപന വേദിയിൽ വെച്ചാണ് വേൾഡ് എക്സ്പോ 2030ന്റെ പതാക ഔദ്യോഗികമായി സൗദി ഏറ്റുവാങ്ങിയത്. ജപ്പാൻ പ്രതിനിധികളാണ് പതാക കൈമാറിയത്. റിയാദ് സിറ്റി റോയൽ കമ്മീഷൻ സിഇഒയും സൗദി വിദേശകാര്യ സഹമന്ത്രിയുമായ എഞ്ചിനീയർ ഇബ്രാഹിം അൽ സുൽത്താൻ പതാക ഏറ്റുവാങ്ങി. ഇതോടെ അടുത്ത എക്സ്പോയുമായി ബന്ധപ്പെട്ട സൗദിയുടെ ഒരുക്കങ്ങൾ കൂടുതൽ സജീവമായി. ലോകരാജ്യങ്ങളെയും സ്ഥാപനങ്ങളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന അടുത്ത എക്സ്പോ നടക്കുന്നത് റിയാദിലാണ്.
2030 ഒക്ടോബർ 1 മുതൽ 2031 മാർച്ച് 31 വരെ 6 മാസം എക്സ്പോ നീണ്ടു നിൽക്കും. 4 കോടി സന്ദർശകരെയാണ് സൗദി പ്രതീക്ഷിക്കുന്നത്. ഏതാണ്ട് 100 കോടി ജനങ്ങൾ വിർച്വലായി എക്സ്പോയുടെ ഭാഗമാകും. 195-ലേറെ രാജ്യങ്ങൾ പ്രദർശനത്തിൽ പങ്കെടുക്കും. നാളെയെക്കുറിച്ചുള്ള ദീർഘവീക്ഷണം എന്ന പ്രമേയത്തിലാണ് അടുത്ത എക്സ്പോ നടക്കുന്നത്. നവീകരണം, സുസ്ഥിരത, സമഗ്ര വികസനം എന്നിവയ്ക്കുള്ള ആഗോള വേദിയായി എക്സ്പോ മാറും. എക്സ്പോയ്ക്ക് ശേഷം റിയാദിലെ വേദി ഒരു സ്ഥിരം ഗ്ലോബൽ വില്ലേജായി മാറും. ജലീൽ കണമകലം, 24, ജിദ്ദ. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തെ OJ ജനീഷ് നയിക്കും. ബിനു ചുള്ളിയിലാണ് വർക്കിംഗ് പ്രസിഡന്റ്. OJ ജനീഷിനായി ഷാഫി പറമ്പിൽ സ്വീകരിച്ച നിലപാട് നിർണായകമായി. അധ്യക്ഷ സ്ഥാനത്തിൽ ഐ ഗ്രൂപ്പിൽ കടുത്ത അതൃപ്തിയുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. അപമാനിച്ചു എന്ന വിധത്തിൽ അബിൻ വർക്കി എത്തി എന്നും റിപ്പോർട്ടുകളുണ്ട്. നാളെ രാവിലെ 10 മണിക്ക് അബിൻ വർക്കി മാധ്യമങ്ങളെ കാണും. ലൈംഗികാരോപണ വിവാദത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചതോടെയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദം ഒഴിഞ്ഞുകിടന്നത്. അധ്യക്ഷനില്ലാത്ത 51 ദിവസം. ഏറെ ചർച്ചകൾക്കൊടുവിലാണ് OJ ജനീഷിനെ അധ്യക്ഷനായി പ്രഖ്യാപിച്ചത്. നേതാക്കന്മാർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവാത്തതായിരുന്നു യൂത്ത് കോൺഗ്രസിലെ പ്രതിസന്ധി രൂക്ഷമാക്കിയത്. ഒടുവിൽ സാമുദായിക സമവാക്യം OJ ജനീഷിന് തുണയായി. ഈഴവ വിഭാഗത്തിൽപ്പെട്ട ജനീഷിന് ഷാഫി പറമ്പിലിന്റെ പിന്തുണയും കരുത്തായി. പഴയ എ ഗ്രൂപ്പുകാരനെങ്കിലും ജനീഷിനിപ്പോൾ KC വേണുഗോപാലുമായാണ് അടുപ്പം. വളരെ അഭിമാനകരവും സന്തോഷകരമായ ഒരു നിമിഷത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനത്തെ സംബന്ധിച്ച് കഴിഞ്ഞകാല ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളതുപോലെ തന്നെ സമാനതകളില്ലാത്ത സമര പോരാട്ടങ്ങൾക്ക് ഇപ്പോൾ നേതൃത്വം ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള പുതിയ യൂത്ത് കോൺഗ്രസിൻ്റെ മുഴുവൻ നേതൃത്വങ്ങളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് തന്നെ സംസ്ഥാനത്തിനകത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. യൂത്ത് കോൺഗ്രസിൽ ആദ്യമായി വർക്കിംഗ് പ്രസിഡന്റുമുണ്ടായി. കീഴ്വഴക്കങ്ങൾ മറികടന്ന് ബിനു ചുള്ളിയിലിനെ ആ സ്ഥാനത്തേക്ക് നിയമിച്ചതും KC വേണുഗോപാൽ പക്ഷക്കാരൻ എന്ന മെറിറ്റ്. ഇന്ന് സംഘടനയിലെ ഒരു വലിയ ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിന് പാർട്ടി നേതൃത്വത്തോട് ആദ്യം തന്നെ നന്ദി പറയുകയാണ്. ഞാനെന്നുള്ളതല്ല, ഇപ്പം ചർച്ച ചെയ്യപ്പെടാത്ത ആളുകളുമൊക്കെ ഇതിനകത്ത് അർഹതപ്പെട്ട ആളുകളൊക്കെ തന്നെ ഉണ്ട്. പാർട്ടി ഒരു വലിയ ഉത്തരവാദിത്തമാണ്, അതിനെ ആ രീതിയിൽ തന്നെ കാണുന്നുള്ളൂ. KPCC അധ്യക്ഷനും KSU അധ്യക്ഷനും മഹിളാ കോൺഗ്രസ് അധ്യക്ഷയും ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടത് എന്നതാണ് അബിൻ വർക്കിക്ക് തിരിച്ചടിയായത്. സംഘടനാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്തതാണ് KM അഭിജിത്തിനെ ഒഴിവാക്കാനുള്ള കാരണം. തർക്കം ഒഴിവാക്കാനായി ഇരുവരെയും ദേശീയ സെക്രട്ടറിമാരായി നിയമിച്ചു. ജില്ലയിൽ മികച്ച സംഘാടകൻ എന്ന പേരെടുത്തിട്ടുണ്ടെങ്കിലും തൃശൂരിനപ്പുറം മേൽവിലാസമുണ്ടാക്കാൻ OJ ജനീഷിന് ഇനിയുമായിട്ടില്ല. ഐ ഗ്രൂപ്പ് പൂർണ്ണ മനസ്സോടെ തീരുമാനത്തെ അംഗീകരിച്ചില്ലെങ്കിൽ അതും പ്രതിസന്ധിയാവും. തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രതിപക്ഷ യുവജന സംഘടനയ്ക്ക് സമരസംഘടനയായി മാറാൻ കഴിയുമോ എന്ന് കാത്തിരുന്നു കാണാം. സലിം മാലിക്, 24, തിരുവനന്തപുരം. കോഴിക്കോട് പേരാമ്പ്രയിലെ സംഘർഷത്തിനിടെ പോലീസുകാർക്കെതിരെ സ്ഫോടക വസ്തു എറിഞ്ഞതിൽ കേസെടുത്തു. UDF പ്രവർത്തകർക്കെതിരെയാണ് പേരാമ്പ്ര പോലീസ് പുതിയ FIR രജിസ്റ്റർ ചെയ്തത്. പേരാമ്പ്രയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പോലീസ് പുതിയ കേസ് രജിസ്റ്റർ ചെയ്തത്. പോലീസ് തടഞ്ഞുവെച്ച 700ഓളം പേരിൽ നിന്ന് ആരോ ഒരാൾ സ്ഫോടക വസ്തു എറിഞ്ഞുവെന്നും പോലീസ് ഉദ്യോഗസ്ഥരുടെ ജീവൻ അപായപ്പെടുത്തണമെന്നും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തണമെന്നും ഉദ്ദേശത്തോടെയായിരുന്നു ആക്രമണമെന്നും FIRൽ പറയുന്നു. സ്ഫോടക വസ്തു പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിലേക്ക് വീഴുകയും ഉഗ്രശബ്ദത്തോടെ പൊട്ടിത്തെറിക്കുകയും ചെയ്തു. ഈ സംഭവത്തിലാണ് UDF പ്രവർത്തകർക്കെതിരെ കേസെടുത്തത്. FIRനെ സാധൂകരിക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. സ്ഫോടക വസ്തു നിരോധന നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത കേസിൽ കലാപശ്രമം, അപായപ്പെടുത്താൻ നീക്കം, കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ എന്നീ വകുപ്പുകളും ചേർത്തിട്ടുണ്ട്. സംഭവത്തിൽ പോലീസ് കൂടുതൽ ദൃശ്യങ്ങൾ ശേഖരിച്ചു വരികയാണ്. സംഘർഷവുമായി ബന്ധപ്പെട്ട് ഷാഫി പറമ്പിൽ MP, DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ ഉൾപ്പെടെയുള്ള 9 പേർക്കെതിരെയും കണ്ടാൽ അറിയാവുന്ന 692 പേർക്കെതിരെയും CPIM പ്രവർത്തകരായ 504 പേർക്കെതിരെയും നേരത്തെ കേസെടുത്തിരുന്നു. 24, കോഴിക്കോട്. ബുള്ളറ്റിൻ പൂർത്തിയാവുന്നു. ഗുഡ് നൈറ്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.